ദേവികയുടെ അതേ അഹങ്കാരാണല്ലോ അമ്മായിയച്ഛനും. അതെ അതെ. അങ്ങനെ അച്ഛനോട് തട്ടിക്കയറിയിട്ട് അയാൾ കാറും എടുത്തോണ്ട് പോയി. ആ യാത്രയിലാ പോലീസ് പിടിച്ചത്. അങ്ങനെ വരട്ടെ. അയാളുടെ പോക്കിൽ പന്തികേട് മണത്ത അച്ഛൻ ചിലപ്പോ ഹൈവേ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു കാണും. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അല്ല, അത് പറയണല്ലോ. നിയമ നിഷേധം ആര് കാണിച്ചാലും അതിനുള്ള ശിക്ഷ കിട്ടണം. അതല്ലേ നിങ്ങളെ നിയമം പഠിപ്പിക്കുന്നത്. പക്ഷെ സിദ്ധുട്ടും കാര്യം മനസ്സിലാക്കുന്നില്ല. ഒരുമാതിരി കണ്ണടച്ച് ഇരുട്ടാക്കല്ലേ. മനോഹരം മദ്യപിച്ചതിന് സിദ്ധുട്ടിന് പ്രശ്നമില്ല. പോലീസ് പിടിച്ചതിനാ കുറ്റം. പഴി എന്റെ അച്ഛനും. അച്ഛനോട് ഞാൻ ഫോണിൽ സംസാരിച്ചത് പോലും സിദ്ധുട്ടൻ തെറ്റിദ്ധരിച്ചു. എന്നെ തല്ലാൻ കൈയോങ്ങിയപ്പോ സിദ്ധുട്ടിന്റെ മുഖത്ത് ദേഷ്യം ചേച്ചിമ്മ കണ്ടില്ലായിരുന്നോ? മോൾ അതൊന്നും കാര്യാക്കണ്ട. പെട്ടെന്ന് ദേഷ്യം എരച്ചു കയറുന്നത് അവന് പണ്ടേ ഉള്ള സ്വഭാവമാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചിയമ്മ. എന്നെ തല്ലാനുള്ള അവകാശമൊക്കെ സിദ്ധുട്ടിനുണ്ട്. പക്ഷെ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുന്നത് എനിക്ക് വലിയ സങ്കടം. സാരമില്ല, ഒരു കാര്യമില്ലാതെ എനിക്കും കിട്ടിയില്ല തല്ല്. ആ കുടിയ മനോഹരം കാരണം. ശരത്ത, എന്തോ പ്രധാന കാര്യമുണ്ട്. എടുക്ക് ചേച്ചിയമ്മ. ഹലോ. ഹലോ പ്രേമേച്ചി. പറയ്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. സാർ എന്തെങ്കിലും ഒന്ന് പറയ്. ഞാൻ എന്ത് പറയാനാണ് സ്വാമി? ആ പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. അല്ല, അത് 100% ശരിയാ. അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോ അവിടെ പോലീസ് റെയ്ഡ് വന്നാലും.